ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. കൊമേഴ്സിന്റെ ആൻസർ കീ 14-ാം തീയതി വൈകുന്നേരമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളെല്ലാവരും അത് ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്കോർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എറർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ടുണ്ട്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് റൈറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒക്കെ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് നോക്കുക. ഓക്കെ, ഇനി ഇതുവരെ നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ആൻഡ് എങ്കിൽ മാത്രമാണ് നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളത് റിയലൈസ് ചെയ്തിട്ട് അടുത്തൊരു ടേമിലോട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മിസ്റ്റേക്സ് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ അത് റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൽ എറേഴ്സ് ഉള്ളതും ബാക്കിയുള്ള കാര്യങ്ങൾ എവിടൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പം നമ്മുടെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈഡിൽ നിന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നിങ്ങൾ എന്താണ് അതിന്റെ ആൻസർ കൊടുത്തിട്ടുള്ളത് നോക്കുക. അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഡിസേർവിംഗ് ആണെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യണം. ഓക്കെ, ചലഞ്ച് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17-ാം തീയതി, അതായത് നാളെ രാത്രി 11:50 വരെയാണ്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. രാത്രി 11:50 ശേഷം നമ്മുടെ ചലഞ്ചിങ് ആക്സെപ്റ്റ് ചെയ്യൂല. അതിന് മുന്നേ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പം കൊമേഴ്സിന്റെ പേപ്പറിൽ ആ ഒരു കൊമേഴ്സ് പേപ്പറിന്റെ അകത്ത് അധികം എറേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് കൊമേഴ്സിൽ പേപ്പർ 1 ഒരു 3 എണ്ണം, ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു കൺഫ്യൂസിങ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഇതിൽ അവസാനം പറയാം. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അതും കൂടെ ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റുവാണ് നോക്കുക. ഓക്കെ, അത് ഒരു സാധ്യത മാത്രമാണ് അതിലുള്ളത്. പേപ്പർ 1 ഒരു 2 ക്വസ്റ്റ്യൻസ് അസേഷൻ റീസണിങ് ആണ്. അസേഷൻ റീസണിങ് അവര് പല ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു സാധ്യത മാത്രമാണ് അതിൽ കാണുന്നത്. എന്തായാലും നമുക്കത് ചലഞ്ച് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് കൊമേഴ്സിൽ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇതിലൊന്നും യാതൊരു എററും ഇല്ല, കറക്റ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ണോടിച്ചാൽ മനസ്സിലാവും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത് അല്ലെ. ഞാൻ ഒരു ഇതിനു മുന്നേ ഉള്ള ഒരു ലൈവിന്റെ അകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് പോയിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അങ്ങനെ പല ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്നായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോറി, NTA ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഡി എന്ന് പറയുന്നത് വരൂല. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല. ടാൻജന്റ് ടു ഈച്ച് അതർ, ടാൻജന്റ് ആവുന്ന ഒരു കേസ് ഇല്ല. ഓക്കെ, രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ എന്ത് ചെയ്യില്ല, ടാൻജന്റ് ആവില്ല. ഓക്കെ, ഇന്റർസെക്റ്റ് ആവില്ല, അതുപോലെ തന്നെ ടാൻജന്റ് ആവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്നത് എന്താണ്, റോങ് ആണ്. സോ ഡി ഇല്ലാത്ത ഒറ്റ ഓപ്ഷൻ ഏതേ ഉള്ളൂ, ഓപ്ഷൻ 3 ആണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് നമ്മുടെ ഒരു റീജിയണൽ ഇന്റഗ്രേഷൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നാഫ്ത, ആസിയാൻ, അതുപോലെ യൂറോപ്യൻ യൂണിയൻ, UNCTAD, അത് ഒരു അസെൻഡിങ് ഓർഡറിലാക്കുന്ന ഇയറിന്റെ ബേസിൽ അസെൻഡിങ് ഓർഡറിലാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് നമുക്ക് ഇപ്പം ചലഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അതെന്തായാലും ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, കാരണം അതിന്റെ ഒരു കറക്റ്റ് ആൻസർ അതിന്റെ അകത്തില്ല. ഓക്കെ,
ഓക്കെ, ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അറേഞ്ച് ദ ഫോളോവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് പെർ ദയർ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ അസെൻഡിങ് ഓർഡർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിന്റെ അകത്ത് നാഫ്ത 1994 യൂറോപ്യൻ യൂണിയൻ 1993, ആസിയാൻ 1967, UNCTAD 1964. ഓക്കെ, അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് അല്ലെ. ആ ഒരു കേസിൽ നമുക്ക് 1964 UNCTAD ആണ് ആദ്യം വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആദ്യം വരേണ്ടത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 1967 ആസിയാൻ ആണ് വരേണ്ടത്. അതിനുശേഷം നമുക്ക് യൂറോപ്യൻ യൂണിയൻ ആണ്, അതിനുശേഷം നാഫ്തയാണ് ലാസ്റ്റ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇതില് DCBA എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിന്റെ അകത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഡ്രോപ്പ് ചെയ്യാണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചലഞ്ച് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് കൊമേഴ്സിന്റെ അകത്ത് ചലഞ്ച് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അസെഷൻ റീസണിങ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഐ മീൻ എന്താണ്, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ 1 കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതൊന്ന് നോക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഇങ്ങനെ കോഡ് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ കോഡ് 3087. ഓക്കെ, 3087. ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമുക്ക് ചില സോഴ്സസിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 1 ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് എന്നുള്ള രീതിയിൽ, ആർ ആൻഡ് കറക്റ്റ്, ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ കോഡ് നോട്ട് ചെയ്യുക 3087. ഓക്കെ, കൊമേഴ്സിൽ ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യന്റെ കോഡ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3140. ഓക്കെ, 3140 ആണ് കൊമേഴ്സിൽ ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യന്റെ കോഡ് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. ആൻഡ് പിന്നെ പേപ്പർ 1 ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു അസേഷൻ റീസണിങ്ങും കുറച്ച് കൺഫ്യൂസിങ് ആണ്. മേ ബി NTA ഏത് ലെവലിലാണ് അത് ചിന്തിച്ചിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ഇട്ട ആൾ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ അവിടെ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്, സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പം ഇവിടെയും നമുക്ക് ഒരു ഓപ്ഷൻ 1 കറക്റ്റ് ആൻസർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ള രീതിയിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ കോഡ് നോട്ട് ചെയ്യുക 3124. ഓക്കെ, 3124 ആണ് ക്വസ്റ്റ്യൻ കോഡ് വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചലഞ്ച് ചെയ്യാനുള്ള എവിഡൻസ് കളക്ട് ചെയ്തിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഇവിടെ ഈ ഒരു 3116. ഓക്കെ, 3116 പാൻ മാൻ വാൻ ലാൻ ഇത് അറേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഇൻക്രീസിങ് ഓർഡർ ഇൻ ടേംസ് ഓഫ് ദയർ കവറേജ് അതിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ഇത് മേ ബി ഡ്രോപ്പ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ 3 എന്ന് പറയുന്നത് ചൂസ് ചെയ്തവർക്ക് മാർക്ക് തരും എന്നുള്ളതായിരിക്കും NTA നിലപാട് വരുന്നത്. ഓക്കെ, രണ്ട് ആസ്പെക്റ്റിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യും, ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ആ ഒരു മാർക്ക് കിട്ടും. ഇനി ഇൻ കേസ് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ഇവിടെ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഓപ്ഷൻ 3 ആണ് അല്ലെ. ആദ്യം പേഴ്സണൽ ഏരിയയാണ് വരിക, പിന്നെ ലോക്കൽ ഏരിയയാണ് വരിക. എ ഡി വെച്ച് തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവിടെ, ഓപ്ഷൻ 3 ആണ്. ഇവിടെ ബാക്കിയെല്ലാം AB ആണ്. ഓക്കെ, പിന്നെ ഒരെണ്ണം AB ആണ്. അപ്പം ഇതെന്തായാലും ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എടുക്കുമ്പോൾ ഈ ഒരു 3 ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ NTA സൈഡിൽ നിന്ന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഇത് സ്റ്റിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതും എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ പേപ്പർ 1 നമ്മൾ പറഞ്ഞു 3087. അതുപോലെ 3124 ആൻഡ് 3116. ഓക്കെ, പിന്നെ പേപ്പർ 2 നമ്മൾ 3140. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും ആണ് ഉള്ളത്. 4 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കംപ്ലീറ്റ്. മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട്
കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ ചലഞ്ച് ചെയ്യാണ്ട് ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. നാളെ രാത്രി 11:50 വരെയാണ് ടൈം ഉള്ളൂ. അതിനുള്ളിലായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ മാർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ കൊടുത്ത ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ കൊടുത്തിട്ടുള്ള ആൻസർ തെറ്റാണ്, അങ്ങനെയുള്ള രീതിയിലുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എല്ലാവരും ആ ഒരു കട്ട് ഓഫിനുള്ളിൽ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ.